ഇവിടെ അയ്യപ്പന്മാര് വന്ന് ശരണം വിളിച്ചുകൊണ്ട് ആ പാവര് പള്ളിക്കകത്ത് കയറി പ്രദക്ഷിണം ചെയ്ത് പുറത്തേക്ക് വരുമ്പോ അവിടെ ഒരു വലിയ ബോർഡ് വെച്ചിട്ടുണ്ട്. എന്താ എഴുതിയിരിക്കുന്നത്? അള്ളാഹു അല്ലാതൊരു ദൈവമില്ല, അള്ളാഹുവിനല്ലാതെ വേറെ ആരെയും വിശ്വസിക്കാൻ പാടില്ല എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതിനകത്താണ് അയ്യപ്പന്മാർ കയറി ശരണം വിളിക്കുന്നത്. സ്വാമി ശരണമായാലും ശരി, അവർ സ്വാമി ശരണമായാലും ശരി, ആ ശരണം വിളിക്കുന്നത് അത് ഇസ്ലാമിക നിയമങ്ങൾക്ക് അനുസൃതമാണോ? അങ്ങനെ ഇസ്ലാമിക നിയമങ്ങൾക്ക് അനുസൃതമല്ലാത്ത ഒരു പള്ളിയാണെങ്കിൽ അവിടെ എന്തിനു ഈ അള്ളാഹുവിന്റെ എഴുതി വെച്ചിരിക്കുന്നു? അവിടെ ഇരിക്കുന്ന എന്തിനാ അങ്ങനെ ഒരു മുല്ലാക്കന്മാർ അവിടെ വന്നിരിക്കുന്നു? ഞാൻ ചോദിക്കട്ടെ, മറ്റൊരു കാര്യം കൂടെ പറയാം. ആ പള്ളിക്കകത്ത് കയറുമ്പോൾ അതിനകത്തേക്ക് പോകുന്നില്ല. അവിടെ ഒരു പ്രദർശനം വെച്ച് അയ്യപ്പന്മാരെ പുറത്താൽ പൈസ മാത്രം മതി. അയ്യപ്പന്മാരെ പറ്റിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇതിനകത്ത് കയറുമ്പോൾ ഇങ്ങനെ തിരിച്ച് കറങ്ങി വരുമ്പോൾ ഒരു സ്ഥലത്ത് ഭസ്മം കൊടുക്കും. ഈ ഭസ്മം കൊടുക്കുന്നത് ഇസ്ലാം ആചാരമാണോ? ഞാൻ ചോദിക്കട്ടെ, അവർക്ക് ഈ പറഞ്ഞ ഈ വിഗ്രഹാരാധന എന്ന് പറയുന്ന അവർക്ക് എന്താണ്? അവർക്ക് നിഷിദ്ധമല്ലേ? ശബരിമല ഭക്തനായി ബിജി തമ്പി തന്നെ വരേണ്ടി വന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിന്റെ അർത്ഥം ചിലർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ. ബിജി തമ്പി പറഞ്ഞിട്ടില്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം ആ ആദർശവാനായ വ്യക്തി എന്ന് അദ്ദേഹം നമുക്ക് ക്ലാസ് എടുത്തു തരികയാണ്. ചില ആളുകൾ ഇസ്ലാമിന്റെ പേരിൽ ജീവിക്കുന്ന ചില ആളുകൾക്ക് വലിയൊരു ക്ലാസ്സാണിത്. വിജയ് തമ്പി പറഞ്ഞ ആശയം, അദ്ദേഹത്തിന്റെ നിലപാട് എന്താണെന്ന് നമുക്ക് നോക്കേണ്ടതില്ല. അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമാണ്. അത് കുറച്ചെങ്കിലും മാനാഭിമാനമുള്ള മുസ്ലിം അത് ഉൾക്കൊള്ളേണ്ട കാര്യമാണ്. എത്ര സ്ഥലങ്ങളിൽ ഇത്തരം പള്ളികളിൽ, നമ്മുടെ മുസ്ലിം പള്ളികൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് കവാടത്തിൽ എഴുതുക. എന്നാൽ അവിടെ നടക്കുന്ന പല കാര്യങ്ങളും, ഈ സമീപകാലത്ത് തന്നെ ഒരു വീഡിയോ കണ്ടു, ഒരു മഖാമുമായി ബന്ധപ്പെട്ട് വലിയ ഗാനമേള, ഒരു പെൺകുട്ടി അതിന്റെ പ്രൊമോഷൻ വീഡിയോ ചെയ്യാണ്, ഞങ്ങളുടെ ഗാനമേള ഉണ്ടെന്ന് പറഞ്ഞു. ഈ മഖാമിൽ കിടക്കുന്ന ആ മഹാനുഭാവൻ എന്തിനു വേണ്ടി ജീവിച്ചാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിക്ക് വേണ്ടി ജീവിച്ച് മരണപ്പെട്ട അത്തരം മഹത്തുക്കളുടെ പേരിൽ ഇത്തരം തോന്നിവാസങ്ങൾ നടക്കുമ്പോൾ നമ്മൾ പറയണ്ടേ? എന്താണ് ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം? എന്താണ്? അള്ളാഹ്ക്ക് വേണ്ടിയാണോ? അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയാണോ? ഒരിക്കലുമല്ല. ഇതിന്റെ പിന്നിലുള്ള ചേതോ വികാരം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അള്ളാഹു നിങ്ങൾക്ക് ദുനിയാവിനെ തുറന്നു തരുന്നതിനെ ഞാൻ ഭയപ്പെടുന്നതാണ്, വേറെ ഒന്നും ഞാൻ ഭയപ്പെടുന്നില്ല. നിങ്ങൾക്ക് ദുനിയാവിനെ തുറന്നു തരുമ്പം നിങ്ങൾക്ക് പണം ഇങ്ങോട്ട് വന്നാൽ സകല ഹറാമും നിങ്ങൾക്ക് ഹലാലായി മാറും. നിങ്ങൾക്കപ്പോൾ തൗഹീദ് ഒന്നൊരു വിഷയമല്ല, അള്ളാഹുവിന്റെ ദീൻ അതിന്റെ ശരിയായ വശം നിങ്ങൾക്കൊരു വിഷയമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് കളങ്കപ്പെടുന്നുണ്ട്, അത് നിങ്ങൾക്ക് വിഷയമല്ല. അത് പറഞ്ഞു വന്നത് നമ്മൾ മുസ്ലിമായി ജീവിക്കുകയാണെങ്കിൽ ആ ആദർശത്തെ അടിയുറച്ച് മുറുകെ പിടിക്കുക, അതിൽ വെള്ളം ചേർത്ത് മറ്റെന്തൊക്കെയോ താല്പര്യത്തിന് വേണ്ടി അങ്ങനെ ചെയ്യുമ്പം നമ്മളിൽ നിന്ന് നമ്മൾ അറിയാതെ തന്നെ ഇസ്ലാം ഒഴുകിപ്പോകുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. തൗഹീദ് വളരെ അചഞ്ചലമാണ്, അത് കെട്ടുപോകാൻ പാടില്ല. അള്ളാഹു നമുക്ക് നൽകിയ വലിയ തൗഫീഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അള്ളാഹു തആല ഇസ്ലാമിന്റെ ഭാഗമാക്കി എന്നുള്ളതാണ്. അതിനേക്കാൾ വലിയൊരു തൗഫീഖ് വേറെയില്ല. തൗഫീഖിന്റെ പിന്നിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നതിൽ എന്ത് കാരണം കൊണ്ടാണ് നമുക്കറിയത്തില്ല. വരദാനം പോലെ പടച്ചവൻ നമ്മളെയൊക്കെ ഇതിന്റെ ആശയത്തിന്റെ ഉള്ളിലാക്കി എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ നമ്മുടെ പ്രവർത്തനം കൊണ്ട് ഒരിക്കലും അത് കെട്ടുപോകാൻ പാടില്ല എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട കാര്യമാണ്. നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ ഈ നാട്ടിൽ നല്ലൊരു മുസ്ലിമായി ജീവിച്ചാൽ എല്ലാവർക്കും നമ്മളോട് സ്നേഹവും ബഹുമാനവുമാണ്, ആദരവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പാണക്കാട് തങ്ങന്മാരാണെങ്കിലും നമ്മുടെ പൂർവികരിൽ സ്വാത്വികരായ ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങളുടെയൊക്കെ ചരിത്രം പഠിക്കുമ്പോൾ, മമ്പർ തങ്ങളുടെ ചരിത്രം പഠിക്കുമ്പോൾ എല്ലാ മതവിശ്വാസികളും നമ്മളെ ബഹുമാനിച്ചിട്ടുണ്ട്, ആദരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ബഹുമാനം ആദരവ് കിട്ടാൻ വേണ്ടി നമ്മൾ മറ്റൊന്നിലേക്കും ചായേണ്ട കാര്യമില്ല. നമ്മൾ നമ്മളായി തന്നെ നിൽക്കുക. നമുക്ക് സ്നേഹിക്കാൻ കഴിയും, ബഹുമാനിക്കാൻ കഴിയും, സഹായിക്കാൻ കഴിയും, ആവോളം അടുക്കാൻ കഴിയും. പക്ഷേ വിശ്വാസത്തിന്റെ വിഷയത്തിൽ ഒരു അണിമണി തൂക്കം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് വെള്ളം ചേർക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ മരിക്കാൻ വേണ്ടി ജീവിക്കുന്നവരാണ്. യഥാർത്ഥ ജീവിതം മരണാനന്തരമാണെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അപ്പൊ അതുകൊണ്ട് തന്നെ പലയിടത്തും പള്ളിയുടെ പേരിൽ പലതരത്തിലുള്ള അനാചാരങ്ങൾ. ഇപ്പൊ തന്നെ നോക്കൂ നിങ്ങൾ, ഇവിടെ തന്നെ അവരിൽപ്പെട്ട പല ആളുകളും അങ്ങനെ ഒരു ഐതിഹ്യ കഥയില്ല, അത് വാവരല്ല ബാബുരനാണെന്നൊക്കെ അവർ വിശ്വസിക്കുന്നു. സന്തോഷം. എന്നാൽ അങ്ങനെ പറഞ്ഞ് സ്വാമിമാർ ആ ഭാഗത്തേക്ക് വരാതിരിക്കുമ്പോൾ കൂടുതൽ ഇങ്ങോട്ട് വരാൻ ആകർഷിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ എടുക്കേണ്ടതില്ല. നമുക്കൊരാശയമുണ്ട്, നമ്മുടെ പള്ളിയുടെ കവാടത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. ആ തൗഹീദിൽ അധിഷ്ഠിതമായി നമ്മൾ പോകേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലെ സൗഹാർദ്ദത്തിന് വിഘാതം സൃഷ്ടിക്കുന്നതാണ് അവിടെ വരുന്നവരെ തടയുന്നതെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അവിടെ സ്വാമിമാരിൽ ചില ആളുകളും വിശ്വാസത്തിന്റെ പേരിൽ സ്വാമിയിലുള്ള അർപ്പണം പൂർത്തിയാകണമെങ്കിൽ വാവർ സ്വാമിയെ കൂടി ബഹുമാനിക്കണം എന്ന നിലക്ക് ആ പള്ളിയിൽ വന്ന് പ്രദർശനം ചെയ്തു പോകുന്നു. നമ്മുടെ നാട്ടിലെ മതസൗഹാർദ്ദത്തിന് വിഘാതം സൃഷ്ടിക്കാതിരിക്കാനും ആളുകൾക്കിടയിൽ അനീക്കം ഉണ്ടാകാതിരിക്കാനും അവരെ അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക. അതിനപ്പുറത്തേക്ക് കൂടുതൽ എക്സ്ട്രീം ലെവലിലേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ സൗകര്യം ഒരുക്കി കൊടുക്കുമ്പോൾ സൗഹാർദ്ദത്തിനപ്പുറം നമ്മൾ ഉൾക്കൊള്ളുന്ന വിശ്വാസത്തിന് അത് ഭംഗം വരുമോ ഇല്ലയെന്ന് നമ്മൾ ഒരു വട്ടം ആലോചിക്കുന്നുണ്ട്. വർത്തമാനകാലത്ത് നടക്കുന്ന ചർച്ചകളൊക്കെ വളരെ രസാവഹമാണ്. വാവൂർ സ്വാമി അയ്യപ്പ ക്ഷേത്രം വഖഫ് ഭൂമിയാക്കുമെന്നൊക്കെ ചിലർ ചോദിക്കുന്നത് കേട്ടിട്ട് തന്നെ ചിരി വരികയാണ്. ഹിന്ദുക്കളിൽ ചിലരെങ്കിലും, നിഷ്കളങ്കരായ ചിലരെങ്കിലും ഒക്കെ കാലങ്ങളായിട്ട് അവരുടെ ഐതിഹ്യമായി അവർ കൊണ്ടു നടക്കുന്നത്
അയ്യപ്പനിലുള്ള അർപ്പണം പൂർത്തിയാകണമെങ്കിൽ ബാബർസ്വാമിയെ കൂടി ബഹുമാനിക്കണം എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. അങ്ങനെ അതിന്റെ പേരിൽ നൈനാരി പള്ളിയുടെ മുറ്റത്ത് വരുന്നു, അവർ പ്രദർശനം വെക്കുന്നു. അതൊക്കെ ഏറെ നാളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതൊക്കെ നമ്മൾ കാണുമ്പോൾ ഒരു വലിയ മതസൗഹാർദ്ദത്തിന്റെ ഒരു സിമ്പലായിട്ടാണ് കാണുന്നത്. പക്ഷേ അവർ തന്നെ ഇപ്പൊ അത് ബാബർസ്വാമിയല്ല ബാബുരനാണ് എന്നൊക്കെ പറയുമ്പോൾ അത്തരം ആശയങ്ങൾക്ക് കൂടുതൽ പ്രോത്സാഹനം കൊടുത്ത് അവരെ ആ വഴിക്ക് വിടുക എന്നുള്ളതാണ് നല്ല സന്തോഷമുള്ള കാര്യമാണ്. അവരുടെ വിശ്വാസം അതിൽ ഒരു മുസൽമാൻ കടന്നു വരേണ്ട കാര്യമില്ല, അയ്യപ്പൻ ഞങ്ങളുടെതാണെന്നൊക്കെ പറയുന്നത് വിട്ടുകൊടുക്കുക. അപ്പൊ അതുകൊണ്ട് കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുക, അവരെ പ്രൊവോക്ക് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല ഇങ്ങോട്ട് വന്നേ പറ്റുള്ളൂ, അല്ലെ അവർക്ക് ആചരിക്കാനുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് നമ്മൾ വഴിവെക്കുന്നതിന് പകരം പള്ളിയായി പോകണം, ക്ഷേത്രങ്ങളായിട്ട് പോകണം. ഇസ്ലാമിന്റെ വിശ്വാസമായി തന്നെ അതിന്റെ ക്വാളിറ്റിയിലും അതിന്റെ നിലപാടിലും അതിന്റെ സംശുദ്ധമായ ആദർശത്തിൽ മുന്നോട്ട് പോവുക. ഹൈന്ദവ വിശ്വാസികൾ അവരുടെ വിശ്വാസം പ്രകാരം അത് ബാബുരനാണെങ്കിൽ ബാബുരനായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോയിക്കോട്ടെ. അവരെ കൂടുതൽ എന്ത് ചെയ്യേണ്ട, പ്രോത്സാഹിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇനി തമ്മിലൊരു പ്രശ്നം ഉണ്ടാക്കേണ്ടതില്ല.